നമസ്കാരം, നെളിയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന ചെറുതുരുത്തി കൃഷിഭവനിലും പാഞ്ഞാൾ കൃഷിഭവൻ ഓഫീസിലും വിജിലൻസ് റെയ്ഡ് നടത്തി. ശനിയാഴ്ച രാവിലെ 10 മണിയോടെയാണ് വിജിലൻസ് സിഐ റിയാസ് ചേക്കേരിയുടെ നേതൃത്വത്തിലുള്ള സംഘം പരിശോധന നടത്തിയത്. ഉച്ചയ്ക്ക് 1 മണിവരെ പരിശോധന നീണ്ടുനിന്നു. സമാന രീതിയിൽ പാഞ്ഞാൾ പഞ്ചായത്തിലെ കൃഷിഭവനിലും ഉദ്യോഗസ്ഥന്മാരുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തി. വയനാട് വെറ്റിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥിയുടെ മരണത്തിൽ പോലീസ് പിടിയിലായ കൊപ്പം സ്വദേശിയായ മുഖ്യപ്രതിയുടെ പിതാവ് ഗ്രാമപഞ്ചായത്ത് മെമ്പർ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സമരം നടത്തി. കൊപ്പം പഞ്ചായത്തിലേക്ക് പ്രതിഷേധ മാർച്ചും സംഘടിപ്പിച്ചു. സമരം സംഘർഷാവസ്ഥയ്ക്ക് ഇടവരുത്തി. വയനാട് വെറ്റിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥിയുടെ മരണവുമായി ബന്ധപ്പെട്ടാണ് യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിൽ കൊപ്പം ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത്. മുഖ്യപ്രതിയായ അഖിലിന്റെ പിതാവ് ഗ്രാമപഞ്ചായത്ത് മെമ്പർ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. യൂത്ത് കോൺഗ്രസ് പട്ടാമ്പി നിയോജക കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം സംഘടിപ്പിച്ചത്. ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ വെച്ച് പോലീസ് മാർച്ച് തടഞ്ഞെങ്കിലും പോലീസിനെ മറികടന്ന് പ്രവർത്തകർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് ഇരിച്ചു കയറി. ഓഫീസിനകത്ത് കയറിയ പ്രവർത്തകർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ക്യാബിനുള്ളിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. ഇതിനിടെ കൂടുതൽ പ്രവർത്തകർ ഓഫീസിനകത്തേക്ക് കയറാൻ ശ്രമിച്ചതും സംഘർഷാവസ്ഥയ്ക്ക് ഇടവരുത്തി. തുടർന്ന് ചെറിയ തോതിലുള്ള സംഘർഷാവസ്ഥയും ഉടലെടുത്തു. തുടർന്ന് പോലീസ് ബലം പ്രയോഗിച്ചാണ് പ്രവർത്തകരെ പഞ്ചായത്ത് പ്രസിഡന്റ് ക്യാബിനിൽ നിന്നും നീക്കം ചെയ്തത്. തുടർന്ന് ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ നിന്ന് നടന്ന സമരം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി OK ഫാറൂഖ് ഉദ്ഘാടനം ചെയ്തു. ഹോസ്റ്റലിലേക്ക് രാത്രി കൊണ്ടുപോയി എന്നിട്ട് ഹോസ്റ്റലിലെ കുട്ടികളെ വിളിക്കാനത്രേ ഉറങ്ങിക്കെടുക്കുന്നവരെ വിളിച്ചിട്ട് ഈ SFIയുടെ നേതാക്കന്മാർ ചെയ്തത് സിദ്ധാർത്ഥിനെ പൂർണ്ണനഗ്നനായി നിർത്തിയിട്ട് ഉറങ്ങിക്കെടുക്കുന്നവരെ കൊണ്ട് അടിപ്പിക്കുക നിർബന്ധമായി ചെയ്യണമത്രേ. എന്നിട്ട് അടിച്ചിട്ട് തിരിച്ചു വരുമ്പോ കരഞ്ഞിട്ട് അത്രേ കുട്ടികൾ പോകുന്നത്. ക്രൂരത ഞാൻ പറയുന്നു. വെറും പൂക്കോട്ട് ഒരു വെറ്റിനറി സർവകലാശാലയിൽ നടക്കുമ്പോഴല്ല, പട്ടാമ്പിയിൽ പോലും എല്ലാ കോളേജുകളിലും ഇതുപോലെ ഇടിമുറികളുണ്ട്. ഇതുപോലെ പാവപ്പെട്ട വിദ്യാർത്ഥികളെ പറയാനുള്ള ഇനിയുള്ള നമ്മുടെ പോരാട്ടം ആ ഇടിമുറികളൊക്കെ ക്ലാസ് മുറികളാക്കാനുള്ള ഒരു പോരാട്ടവുമായി മുന്നോട്ട് പോകണം. നമുക്ക് ഇതിനെതിരെ ശബ്ദമുയർത്തണം. കേരളത്തിന്റെ സർവകലാശാലകളിൽ കോളേജുകളിലെല്ലാം SFIയുടെ ക്രിമിനൽ ആക്ടിവിറ്റീസ് മാത്രമാണ് നടക്കുന്നത്. അതിനുള്ള പോരാട്ടം നമുക്ക് നടക്കണം. ആ പൊന്നുമോന് സിദ്ധാർത്ഥിന് നീതി കിട്ടും വരെയുള്ള പോരാട്ടം ഇന്ന് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി നേതൃത്വത്തിൽ കേരളത്തിൽ 250 സ്ഥലത്തും പ്രതിഷേധം നടക്കുകയാണ്. ഒരു അല്പം ഒരു വേദന കൂടിയുള്ള കാര്യം പറയട്ടെ, ഭയപ്പാടോടുകൂടി പറയുകയാണ്. ഇങ്ങനെ സംഭവം വിദ്യാർത്ഥികളുടെ ഇടയിൽ, ഇത്രയും ആൾക്കൂട്ടമുള്ള വിദ്യാർത്ഥികളുടെ ഇടയിൽ വെച്ചിട്ട് വിചാരണ ചെയ്ത് നമ്മുടെ പ്രിയപ്പെട്ട സിദ്ധാർത്ഥിനെ കൊല്ലുമ്പോ അത് നിയോജകമണ്ഡലം പ്രസിഡന്റ് ജയശങ്കർ കൊട്ടാരത്തിൽ അധ്യക്ഷനായിരുന്നു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് M രാധാകൃഷ്ണൻ, ഷാഫി കാരക്കാട്, MC മുഗസിൻ, ജമാൽ മപ്പാട്ടുകര, നിസാർ മപ്പാട്ടുകര, നബീൽ വണ്ണുന്തറ, മൻസൂർ കൊപ്പം, ഷഹീം വിളയൂർ, ഷിബിൽ മുളയങ്കാവ്, റിയാസ് വിളത്തൂർ, PK അനസ്, ജസീർ കോഴിക്കോട്രി, സജീവ് കുമാർ, AK മുസ്തഫ, TK ഷുക്കൂർ, അനിൽ പുലാശ്ശേരി, കുട്ടാപ്പു എടപ്പലത്തെ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു.
ചാലിശ്ശേരി മുലയംപറമ്പത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവം പ്രൗഢഗംഭീരമായ പരിപാടികളോടെ ആഘോഷിച്ചു. വിശേഷാൽ പൂജകൾക്ക് തന്ത്രി തരണനെല്ലൂർ പത്മനാഭൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഉച്ചയ്ക്ക് 2:30 5 ആനകളുടെയും പഞ്ചവാദ്യത്തിന്റെയും അകമ്പടിയോടെ ദേവസ്വം പൂരം എഴുന്നള്ളിപ്പ് ക്ഷേത്ര സന്നിധിയിൽ നിന്ന് ആരംഭിച്ചു. പരിമണം വിഷ്ണു ദേവിയുടെ തിടമ്പേറ്റി. അനന്തനാരായണൻ, കടവല്ലൂർ മോഹനൻ മാരാർ, കോട്ടയ്ക്കൽ രവി എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം പഞ്ചവാദ്യത്തിലും, വെള്ളിത്തിരുത്തി ഉണ്ണിനായരുടെ നേതൃത്വത്തിൽ മുലയംപറമ്പത്തുകാവ് വാദ്യകലാസംഘം മേളത്തിലും നാദവിസ്മയം തീർത്തു. വൈകിട്ടോടെ വിവിധ ദേശകമ്മിറ്റികളുടെ നേതൃത്വത്തിലുള്ള ചെറുപൂരം വരവുകൾ കാവുകയറി. പാലക്കാട്, മലപ്പുറം, തൃശൂർ ജില്ലകളിലെ വിവിധ ദേശങ്ങളിൽ നിന്നായി 33ഓളം ആനപ്പൂരങ്ങൾ ക്ഷേത്രസന്നിധിയിൽ സംഗമിച്ചു. 5:30 കേന്ദ്ര പൂരാഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൂട്ടിയെഴുന്നള്ളിപ്പ് നടന്നു. കൂട്ടിയെഴുന്നള്ളിപ്പിൽ 46 ആനകളും വാദ്യമേളങ്ങളും അകമ്പടിയായി. വിവിധ കമ്മിറ്റികളിൽ നിന്നായി തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ, പുതുപ്പള്ളി കേശവൻ, ചെർപ്പുളശ്ശേരി അനന്തപത്മനാഭൻ, തിരുവമ്പാടി ചന്ദ്രശേഖരൻ, തിരുവമ്പാടി കണ്ണൻ, ഊട്ടോളി ആനന്ദൻ, പുതുപ്പള്ളി സാധു തുടങ്ങി പേരുകേട്ട കൊമ്പന്മാർ അണിനിരന്നു. വൈകിട്ട് വേലവരവുകളുണ്ടായി. തിറ, കാളവരവ്, തെയ്യം, ശിങ്കാരിമേളം, കരിങ്കാളി, കാവടി, തേര്, നാടൻ വേഷങ്ങൾ, നാടോടിക്കലകൾ, ചവിട്ടുകളി സംഘം, ആണ്ടിക്കളി, പൂതൻകളി, തിറ, മൂക്കാഞ്ചാത്തൻ തുടങ്ങിയവ ആഘോഷങ്ങൾക്ക് മാറ്റേകി. പൂരത്തോടനുബന്ധിച്ച് വെള്ളിയാഴ്ച നിലമ്പൂർ പെരുമ്പിലാവ് സംസ്ഥാന പാതയിൽ ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിരുന്നു. വൈകിട്ട് 3 മുതൽ രാത്രി 10 വരെയായിരുന്നു ഗതാഗത നിയന്ത്രണം. CCTV ന്യൂസ്, തൃത്താല. സാങ്കേതികത്വം പറഞ്ഞ് കുടിവെള്ളത്തിന്റെ കാര്യത്തിൽ അനാസ്ഥ കാണിക്കരുതെന്ന് പട്ടാമ്പി താലൂക്ക് വികസന സമിതിയിൽ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി മുഹമ്മദ് മോസിൻ MLA. താലൂക്ക് വികസന സമിതി യോഗത്തിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ തന്നെ പങ്കെടുക്കണമെന്നും MLA സൂചിപ്പിച്ചു. അതേസമയം ജനപ്രതിനിധികളുടെ അഭാവം യോഗത്തിൽ പ്രകടമായി. വേനൽ രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ സാങ്കേതികത്വം പറഞ്ഞ് കുടിവെള്ളം ലഭ്യമാവാത്ത സാഹചര്യം ഉണ്ടാവരുതെന്നാണ് താലൂക്ക് വികസന യോഗത്തിൽ മുഹമ്മദ് മോസിൻ MLA ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയത്. കുടിവെള്ളം പലയിടത്തും പാഴായി പോകുന്നത് പരിഹരിക്കുവാൻ നടപടി വേണം. കുടിവെള്ളം ലഭ്യമാക്കുന്നതുമായി ബന്ധപ്പെട്ട് ജലവകുപ്പിന്റെ ഭാഗത്തു നിന്നും കൂട്ടായ പരിശ്രമം ഉണ്ടാകണമെന്നും മുഹമ്മദ് മോസിൻ MLA ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. മറ്റു ചെയ്ത ചില സംഭവങ്ങളുണ്ട്. അപ്പൊ ഈ വെള്ളം നമ്മൾ നേരത്തെ ജില്ലാ വികസന സമിതിയിലും പറഞ്ഞതാണ്, പരമാവധി വെള്ളം എടുക്കാൻ പറ്റുന്ന സ്ഥലത്ത് സാങ്കേതികത്വം പറയാതെ ഇപ്പൊ പ്രൊജക്ടിന്റെ പൈപ്പാണ് പുതിയത് നിർമ്മിച്ചാൽ അത് കണക്ഷൻ കൊടുക്കുക. നിലവിലുള്ള കണക്ഷൻ ആളുകൾക്ക് വെള്ളം കൊടുത്തിട്ട് പരമാവധി വെള്ളം ചാർജ് ചെയ്യാൻ മെയിൻ വർക്ക് ചാർജ് ചെയ്യാൻ വേണ്ടി കാത്തിരിക്കാതെ എവിടെയൊക്കെ ചെറുതായിട്ടെങ്കിലും കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത് നോക്കിയിട്ട് പരമാവധി ആളുകൾക്ക് വെള്ളം കൊടുക്കും. ഈ മാർച്ച് മാസം ഏപ്രിൽ മാസം കടന്നു പോകാൻ വലിയ ബുദ്ധിമുട്ടാവും. അപ്പൊ തന്നെ പല സ്ഥലങ്ങളിലും കുടിവെള്ള പ്രശ്നം രൂക്ഷമാണ്. അപ്പൊ അടിയന്തരമായിട്ട് അതൊന്ന് പരിഹരിക്കണം. എവിടെയൊക്കെ പൈപ്പ് ലൈൻ ഇട്ടോ, അതിപ്പോ വല്ലപ്പുഴ പഞ്ചായത്തിൽ എനിക്ക് തോന്നുന്നു റെയിൽവേയുടെ വർക്ക് നടന്നിട്ടില്ല. പക്ഷെ മറ്റു ഭാഗത്ത് റെയിൽവേയുടെ നടക്കാത്ത ഭാഗത്താണെങ്കിലും മറ്റു ഭാഗത്തേക്ക് ചാർജ് ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി. പരമാവധി അത്തരം സ്ഥലങ്ങളിൽ ചാർജ് ചെയ്ത് കൊടുക്കണം. പട്ടാമ്പി ഭാരതപ്പുഴയിൽ നിർമ്മിക്കുന്ന തടയണയിൽ അടിഞ്ഞുകൂടുന്ന ചളി നീക്കം ചെയ്യുവാൻ ആവശ്യമായ നടപടി ഉണ്ടാകണമെന്നും താലൂക്ക് വിസമിതി യോഗത്തിൽ ആവശ്യമുയർന്നു. പല വിഷയങ്ങളും ചർച്ച ചെയ്യുമ്പോൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഇല്ലാത്തത് ഗുരുതരമായ വീഴ്ചയാണെന്നും ഇത്തരം സമീപനം ഉണ്ടാകരുതെന്നും യോഗത്തിൽ വിമർശനമുണ്ടായി. ഒരു 17,500 രൂപയാണ് ഗവൺമെന്റ് നിശ്ചയിച്ചിട്ടുള്ളത്. ഇപ്രാവശ്യം ഒന്നും കിട്ടിയിട്ടില്ല. കാലം വരെ പഞ്ചായത്തിൽ പോകാൻ പഞ്ചായത്തിൽ ചോദിക്കണമെന്ന് ഞാൻ കൃഷിക്കാരനാണ്. കിട്ടിയില്ല എന്ന് തോന്നിയാണ് അത് നന്നായിട്ട് വരുന്നതാണ്. അവരെ അന്വേഷിച്ചപ്പോൾ ആരും വന്നില്ല. കൃഷിഭവനായിട്ട് ഉഴവ് കൂലി, അതുപോലെ തന്നെ ഉൽപാദന ബോണസ്, 2-3 നികുതികളുണ്ട്. ഏറ്റവും പരിഗണനയാണ് ഗവൺമെന്റ് നിശ്ചയിച്ചത്. ഉദ്യോഗസ്ഥരുടെ അഭാവത്തിനൊപ്പം തന്നെ ഇത്തവണ ജനപ്രതിനിധിയുടെ അഭാവവും താലൂക്ക് സമിതി യോഗത്തിൽ പ്രകടമായി. മുഹമ്മദ് മോസിൻ MLAയും പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാമണികണ്ഠനും മാത്രമാണ് ജനപ്രതിനിധിയുടെ ഭാഗത്തു നിന്നും യോഗത്തിൽ പങ്കെടുത്തത്. അടുത്ത യോഗത്തിൽ ഇത് പരിഹരിക്കാനുള്ള നടപടി എന്തായാലും സ്വീകരിക്കും. കൊപ്പം വളാഞ്ചേരി റോഡിലെ പുലാശ്ശേരിയിൽ റോഡരികിൽ കൂട്ടിയിട്ടിരിക്കുന്ന മൺകൂനകൾ നീക്കം ചെയ്യാനാവശ്യമായ നടപടി ഉണ്ടാകണമെന്നും യോഗത്തിൽ ആവശ്യമുയർന്നു. കർഷകർക്ക് ഒഴിവുകൂലിയും ഉൽപാദന ബോണസ് ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ നൽകാൻ കാലതാമസം നേരിടുന്നുണ്ടെന്നും ഇതിന് പരിഹാരം വേണമെന്ന ആവശ്യവും താലൂക്ക് സമിതി യോഗത്തിൽ ഉയർന്നു. തഹസിൽദാർ ബിന്ദു, ഭൂരേഖ തഹസിൽദാർ ഗിരിജാദേവി, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്തു. മുലയംപറമ്പത്തുകാവ് പൂരാഘോഷത്തിന്റെ ക്രമസമാധാന പാലനത്തിനായി ചാലിശ്ശേരി പോലീസ് വൻ സുരക്ഷയൊരുക്കി. വെള്ളിയാഴ്ച ക്ഷേത്ര മൈതാനത്തും വിവിധ ജംഗ്ഷനുകളിലും പൂരാഘോഷ കമ്മിറ്റികൾക്കൊപ്പവും പോലീസുകാർക്ക് ചുമതല
വിഭാഗിച്ചു നൽകി. ക്ഷേത്രനടയിലെത്തിയ എല്ലാ ആഘോഷങ്ങളെയും സമയനിഷ്ഠ അനുസരിച്ച് പോലീസ് കടത്തിവിട്ടു. മോഷണവും സാമൂഹ്യവിരുദ്ധ ശല്യവും തടയാൻ വനിതകൾ ഉൾപ്പെടെയുള്ള പോലീസ് സന്നാഹത്തെ വിന്യസിച്ചിരുന്നു. പാലക്കാട് ജില്ലാ പോലീസ് മേധാവി ആർ ആനന്ദ് IPSന്റെ നിർദ്ദേശത്തെ തുടർന്ന് ഷൊർണൂർ ഡിവൈഎസ്പി PC ഹരിദാസിന്റെ നേതൃത്വത്തിൽ ചാലിശ്ശേരി പോലീസ് SHO K സതീഷ് കുമാർ, പട്ടാമ്പി ഒറ്റപ്പാലം ഇൻസ്പെക്ടർമാർ, ചാലിശ്ശേരി തൃത്താല സബ് ഇൻസ്പെക്ടർമാർ ഉൾപ്പെടെ 220ഓളം പോലീസുകാർ സുരക്ഷാ പാലനത്തിൽ പങ്കെടുത്തു. ചാലിശ്ശേരി മുലയംപറമ്പത്തുകാവ് ക്ഷേത്രത്തിലെ പൂരം എഴുന്നള്ളിപ്പിൽ 7 വർഷത്തിനു ശേഷം ഗജരാജാവ് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ അണിനിരുന്നത് ഉത്സവപ്രേമികൾക്ക് ആവേശമായി. ചാലിശ്ശേരി അങ്ങാടി പടിഞ്ഞാറേമുക്ക് പൂരാഘോഷ കമ്മിറ്റിയാണ് 15 വർഷം തുടർച്ചയായി ആനയെ ഉത്സവത്തിനായി എഴുന്നള്ളിച്ചിരുന്നത്. 2017 ശേഷം വീണ്ടും പടിഞ്ഞാറേമുക്ക് പൂരാഘോഷ കമ്മിറ്റിയാണ് ഗജരാജനെ പൂരത്തിലെത്തിച്ചത്. ഉച്ചയ്ക്ക് പടിഞ്ഞാറേമുക്ക് പൂരാഘോഷ കമ്മിറ്റി പരിസരത്ത് ദേവിയുടെ തിടമ്പ് തെക്കിനേടത്ത് കൃഷ്ണൻ നമ്പൂതിരി പൂജ ചെയ്തു. തുടർന്ന് 3 ആനകളുടെ അകമ്പടിയോടെ പൂരം ആരംഭിച്ചു. ചെണ്ടമേളവും നാദസ്വരവും അകമ്പടിയായി. മൈതാനത്തേക്കുള്ള വരവിൽ വിവിധ ജംഗ്ഷനുകളിൽ ആനപ്രേമികൾ രാമ എന്നാർത്തു വിളിച്ചു. ക്ഷേത്രത്തിൽ ഭഗവതിയെ വണങ്ങിയ രാമചന്ദ്രൻ കൂട്ടിയെഴുന്നള്ളിപ്പിൽ പങ്കെടുത്താണ് മടങ്ങിയത്. ഇടവേള. CCTVയിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം. ജന്മദിനം, വിവാഹം, വിവാഹ വാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് CCTVയിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം. അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് 4 മണിക്കുള്ളിൽ നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം. വാട്സ്ആപ്പ് നമ്പർ 89 43 35 14 00. മെയിൽ ID cctvnews@gmail.com. ആശംസകൾ മെയിൽ അയക്കുന്നവരും വാട്സ്ആപ്പ് ചെയ്യുന്നവരും നിർബന്ധമായും ഓഫീസിൽ വിളിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 89 43 35 14 00, 89 43 35 14 26. നമ്പറുകൾ ഒരിക്കൽ കൂടി 89 43 35 14 00, 89 43 35 14 26. CCTV, നിങ്ങളുടെ സ്വന്തം പ്രാദേശിക ചാനൽ. വാർത്തയിലേക്ക്. പ്രസിദ്ധമായ പട്ടാമ്പി നേർച്ച നാളെ ആഘോഷിക്കും. രാവിലെ 11-ന് കൊടിയേറ്റവും വൈകിട്ട് നഗരപ്രദക്ഷിണ ഘോഷയാത്രയും നടക്കും. നേർച്ചയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായി. 110ാമത് പട്ടാമ്പി നേർച്ചയാണ് ദേശോത്സവമായി കൊണ്ടാടുന്നത്. 58ഓളം ഉപ ആഘോഷ കമ്മിറ്റികളുടെയും കേന്ദ്ര നേർച്ചാഘോഷ കമ്മിറ്റിയുടെയും നേതൃത്വത്തിലാണ് നേർച്ച ആഘോഷിക്കുന്നത്. ചരിത്ര സ്മരണകൾ കൂടിയാണ് പട്ടാമ്പി നേർച്ചയ്ക്ക് പിന്നിൽ. രാവിലെ 11 മണിക്കാണ് നേർച്ച കൊടിയേറ്റം. വൈകിട്ട് നഗരപ്രദക്ഷിണ ഘോഷയാത്രയും നടക്കും. മേലെ പട്ടാമ്പിയിൽ നിന്നും പട്ടാമ്പി ബസ് സ്റ്റാൻഡ് പരിസരത്തേക്കാണ് മതസൗഹാർദ്ദ ഘോഷയാത്ര നടക്കുക. ആലൂർ വലിയ പൂക്കുഞ്ഞിക്കോയ തങ്ങളുടെ സ്മരണ പുതുക്കിയാണ് നേർച്ച കൊണ്ടാടുന്നത്. മതമൈത്രിയുടെ ഉത്സവം കൂടിയാണ് പട്ടാമ്പി നേർച്ച. ജില്ലയ്ക്കകത്തും പുറത്തുമുള്ള ആയിരക്കണക്കിന് ആളുകളാണ് നേർച്ച കാണാൻ പട്ടാമ്പിയിലേക്ക് നാളെ ഒഴുകിയെത്തുക. 90-ൽ പരം ഗജവീരന്മാരും താളമേളങ്ങളും വാദ്യഘോഷങ്ങളുമെല്ലാം നഗരപ്രദക്ഷിണ ഘോഷയാത്രയ്ക്ക് അകമ്പടിയേകും. പട്ടാമ്പി നേർച്ചയുടെ ഭാഗമായി ഞായറാഴ്ച ടൗണിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും. ക്രമസമാധാന പാലനത്തിന് പോലീസ് സന്നാഹവും സജ്ജമാക്കിയിട്ടുണ്ട്. പട്ടാമ്പി നേർച്ചയുടെ ഭാഗമായി നാളെ ടൗണിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയതായി പട്ടാമ്പി CI NB ഷൈജു പറഞ്ഞു. കഴിഞ്ഞ വർഷം ഉണ്ടായിട്ടുള്ള ഒരു 3-4 ഇൻസിഡൻസ് ലോ ആൻഡ് ഓർഡറുമായി ബന്ധപ്പെട്ട് ഇവിടെ കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുകയുണ്ടായി. അപ്പോൾ അതൊക്കെ ഒഴിവാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നല്ല രീതിയിൽ തന്നെ നമ്മൾ ഇതിനു മുൻപ് തന്നെ ഇത് നേർച്ചയുടെ കേന്ദ്ര കമ്മിറ്റിയുമായും പിന്നെ ഇതിൽ പങ്കെടുക്കുന്ന 60ഓളം ഉപകമ്മിറ്റികളുമായി ഉൾപ്പെട്ട് വ്യക്തമായിട്ടുള്ള നിർദ്ദേശങ്ങൾ, സമയക്ലിപ്തത പാലിക്കുന്നത് ഉൾപ്പെടെയുള്ള വ്യക്തമായ നിർദ്ദേശങ്ങൾ എല്ലാവർക്കും നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിൽ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുള്ളത് ഈ തന്നിരിക്കുന്ന നിർദ്ദേശങ്ങൾ നിയമപരമായിട്ട് അവർ പാലിക്കേണ്ടതായിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. അതിൽ ലംഘിക്കുന്നവർക്കെതിരെ ശക്തമായ നിയമ നടപടി എടുക്കുന്നതായിരിക്കും. രാവിലെ 10 മണി മുതൽ 12 മണി വരെയും വൈകുന്നേരം 3:30 മുതൽ പുലർച്ചെ വരെയുമാണ് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. പെരിന്തമണ്ണ ഭാഗത്തു നിന്നും ഗുരുവായൂർ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ തൃത്താലക്കൊപ്പത്തു നിന്നും തിരിഞ്ഞ് മുതുകല വെള്ളിയാങ്കല്ല് വഴി കടന്നു പോകണം. വളാഞ്ചേരി പെരിന്തമണ്ണ ഭാഗത്തു നിന്നും പാലക്കാട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ കൊപ്പം ഭാഗത്തു നിന്നും മുളയങ്കാവ് വഴി വല്ലപ്പുഴ പാലക്കാട് ഭാഗത്തേക്ക് പോകണം. പാലക്കാട് നിന്നും പെരിന്തമണ്ണ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ കുളപ്പുള്ളിൽ നിന്നും കൈലിയാട് മുളയങ്കാവ് വഴി വല്ലപ്പുഴ പെരിന്തമണ്ണ ഭാഗത്തേക്കും, പാലക്കാട് ഭാഗത്തു നിന്നും ഗുരുവായൂർ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ കുളപ്പുള്ളി ചെറുതുരുത്തി വഴിയും യാത്ര ചെയ്യണം. ഗുരുവായൂർ ഭാഗത്തു നിന്നും പാലക്കാട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ കൂട്ടുപാത വഴി തിരിക്കണം. ടൗണിലെ പ്രധാന പാതയിലൂടെ വൈകുന്നേരം 3:30 മുതൽ യാതൊരു കാരണവശാലും വാഹനങ്ങൾ കടന്നുപോകാൻ അനുവദിക്കില്ലെന്നും
CI സൂചിപ്പിച്ചു. ട്രാഫിക് റെഗുലേഷൻസ് പോലീസ് ഏർപ്പാട് ചെയ്തിട്ടുണ്ട് 3-ാം തീയതി. അത് 2 ഘട്ടമായിട്ടാണ് ഏർപ്പാട് ചെയ്തിരിക്കുന്നത്. ഒന്ന് കൊടിയേറ്റത്തിന്റെ സമയം, അത് രാവിലെ 11 മണിക്കാണ് കൊടിയേറ്റം ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മളൊരു 10 മണി മുതൽ 12 മണി വരെ, രാവിലെ 10 മുതൽ 12 മണി വരെ 2 മണിക്കൂറും, പിന്നെ വൈകിട്ട് നേർച്ചയുമായി ബന്ധപ്പെട്ട് 3:30 മണി മുതൽ 9:30 മണി വരെ, വൈകുന്നേരം 3:30 മുതൽ 9:30 വരെ രണ്ട് ഘട്ടങ്ങളായിട്ടാണ് പോലീസ് ക്രമീകരണം. അത് പ്രധാനമായിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്നത് പെരിന്തൽമണ്ണ ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ, പട്ടാമ്പിയിലേക്ക് പെരിന്തൽമണ്ണ ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ കൊപ്പം, തൃത്താലക്കൊപ്പം എന്നീ സ്ഥലങ്ങളിലാണ് ഡൈവർഷൻ ഉദ്ദേശിക്കുന്നത്. പാലക്കാട് ഭാഗത്തു നിന്നും പട്ടാമ്പിയിലേക്ക് വരുന്ന വാഹനങ്ങൾ കുളപ്പുള്ളി ഭാഗത്തു നിന്നാണ് ഡൈവർഷൻസ്. അത് ഏത് ഭാഗത്തേക്കാണെന്നുള്ള വ്യക്തമായിട്ടൊക്കെ നമ്മൾ അവിടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതുപോലെ ഗുരുവായൂർ ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് 2 ഭാഗത്താണ് ഡൈവർഷൻസ് ഉള്ളത്. ഒന്ന് കൂറ്റനാട് ജംഗ്ഷനിലുണ്ട്, ഒന്ന് കൂട്ടുപാത ഭാഗത്തേക്കുണ്ട്. നേർച്ചയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. വിപുലമായ പോലീസ് സന്നാഹവും സജ്ജമാക്കിയിട്ടുണ്ട്. നിരീക്ഷണ ക്യാമറകളും ഇതിനായി സജ്ജമാക്കിയിട്ടുണ്ടെന്നും അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കുവാൻ വേണ്ട മുൻകരുതലുകൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും CI വ്യക്തമാക്കി. പിന്നെ ഈ പറയുന്ന ആന്റി സോഷ്യൽസിനെ നിരീക്ഷിക്കുന്നതിനായിട്ട് നമ്മൾ മഫ്റ്റി പോലീസ് CCTV സംവിധാനം ഉൾപ്പെടെയുള്ള നിരീക്ഷണ സംവിധാനങ്ങൾ 24 hours ഏർപ്പാട് ചെയ്യുന്നുണ്ട്. തലേ ദിവസം ഇന്ന് രാത്രി തൊട്ട് തന്നെ നമ്മൾ ഇത്രയും ആളുകളെ നിരീക്ഷണ വിധേയമാക്കിയിട്ടുണ്ട് ഉൾപ്പെടെയുള്ള. അതുപോലെ തന്നെ നമ്മൾ ടൗണിൽ വ്യാപാരി വ്യവസായികൾ അതുപോലെ പല സംഘടനകളുടെയും സഹകരണം ഈ നേർച്ചയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ചാലിശ്ശേരി മുലയംപറമ്പത്ത് ക്ഷേത്രോത്സവത്തിനിടെ ആന ഇടഞ്ഞത് പരിഭ്രാന്തി പരത്തി. ചെറുപൂരങ്ങൾ ഉത്സവപ്പറമ്പിലേക്ക് പ്രവേശിക്കുന്ന സമയത്താണ് വൈകിട്ട് 5:30 ക്ഷേത്രത്തിന് മുൻവശത്തായി ആന ഇടഞ്ഞത്. പരിഭ്രാന്തരായ ആളുകൾ ചിതറിയോടിയെങ്കിലും ആർക്കും പരിക്കില്ല. ആലിക്കര മന്നാടിയാർ കമ്മിറ്റി കൊണ്ടുവന്ന ചീരോത്ത് രാജീവാണ് ഇടഞ്ഞത്. ഉടൻ തന്നെ എലിഫന്റ് സ്ക്വാഡും പാപ്പാന്മാരും ചേർന്ന് ആനയെ തളച്ചതിനാൽ അപകടം ഒഴിവായി. ഇടഞ്ഞ ആനയെ ഉത്സവപ്പറമ്പിൽ നിന്നും മാറ്റി. വർഷങ്ങളായി സംസ്ഥാന വ്യാപകമായി കേരള പ്രകൃതി സംരക്ഷണ സംഘം വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ സഹകരണത്തോടെ നടത്തുന്ന സ്നേഹത്തണ്ണീർക്കുടത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നടന്നു. ചാലിശ്ശേരി മിനി സിവിൽ സ്റ്റേഷനിൽ വെച്ച് ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV സന്ധ്യ തണ്ണീർക്കുടത്തിലേക്ക് ജലം പകർന്നുകൊണ്ട് നിർവഹിച്ചു. മെമ്പർഷിപ്പ് ക്യാമ്പയിന്റെ ഉദ്ഘാടന കർമ്മം ചാലിശ്ശേരി പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ TV ഋഷിപ്രസാദ് പാലക്കാട് ജില്ലാ സെക്രട്ടറി പ്രദീപ് ചെറുവാശ്ശേരിക്ക് നൽകിക്കൊണ്ട് നിർവഹിക്കുകയും സ്നേഹത്തണ്ണീർക്കുടത്തിന്റെ ബ്രോഷർ കൈമാറുകയും ചെയ്തു. കേരള പ്രകൃതി സംരക്ഷണ സംഘം സംസ്ഥാന പ്ലാനിംഗ് ബോർഡ് ഡയറക്ടർ ഡോക്ടർ ജോൺസൺ ആളൂർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സംസ്ഥാന സെക്രട്ടറി ഷാജി തോമസ്, ജില്ലാ പ്രസിഡന്റ് സന്തോഷ് ചാലിശ്ശേരി, പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ നിഷ അജിത് കുമാർ, പഞ്ചായത്ത് അംഗങ്ങളായ VS ശിവാസ്, റംല വീരാൻകുട്ടി, കർഷക പ്രതിനിധി KS രാജേന്ദ്രൻ, പഞ്ചായത്ത് സെക്രട്ടറി VA ഗീത, കൃഷി ഓഫീസർ സുദർശൻ രാമകൃഷ്ണൻ, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ KA ഡേവി, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ CM സുരേഷ്, കൃഷി അസിസ്റ്റന്റുമാരായ P ലിംലി, R രേഷ്മ, അനസ് പാറയിൽ, K ശാന്ത എന്നിവർ പ്രസംഗിച്ചു. CCTV ന്യൂസ് തൃത്താല. തളി വിരുട്ടാണം പാനീശ്വരത്ത് മാരാത്ത് പ്രഭാകരൻ നിര്യാതനായി. 62 വയസ്സായിരുന്നു. സംസ്കാരം ചെറുതുരുത്തി ശാന്തി തീരത്ത് നടന്നു. ശാന്ത ഭാര്യയാണ്. ഇതോടെ നിലയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.